നമ്മുടെ പാനൽ ഡോഗ് ട്രെയിനിങ്ങിൽ കുറച്ച് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം രണ്ട് മൂന്ന് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ആ ഡൗട്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. കെന്നലിനുള്ളിൽ ഫുഡ് കൊടുക്കാമോ അതോ കെന്നലിന് പുറത്താണോ ഫുഡ് കൊടുക്കേണ്ടത്? ഒരു പപ്പി സ്റ്റേജിൽ ഒരു കെനലിലേക്ക് ഡ്രൈവ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കെനലിലേക്ക് തന്നെ ഇതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 to 4 days കെനലിലേക്ക് അകത്ത് കൊടുക്കുന്നുണ്ട്, തെറ്റില്ല. ഗ്രാജുവലി ആ കെനലിനകത്ത് കയറുമ്പോഴല്ല ഫുഡ് കയറി കൊടുക്കേണ്ടത്. ഡോഗ് കെനലിനകത്ത് കയറിയതിന് ശേഷം മാത്രമേ ഫുഡ് പ്രൊവൈഡ് ചെയ്യാവൂ. ഓക്കെ, ആദ്യത്തെ പ്രാവശ്യം നമ്മൾ എന്ത് വെച്ചാൽ ഡോഗിന്റെ ഫുഡ് ഡെയിലി മീൽ കെനലിനകത്ത് വെച്ചിട്ട് നമ്മൾ ഡോഗിനെ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ഡോഗിനെ ക്രേറ്റിൽ കയറാനുള്ള ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അതിനുശേഷം ഒരു ഗ്രാജുവലി അവൻ കണ്ടിന്യൂസ്ലി അകത്ത് കയറുമ്പോഴത്തേക്കും നമ്മൾ കെനലിന്റെ അടുത്ത് വന്നിട്ട് ചുമ്മാ നിൽക്കുക, അല്ലെങ്കിൽ ക്രേറ്റിന് അടുത്ത് വന്ന് നിൽക്കുക. ഇവൻ നാച്ചുറലി അകത്ത് കയറും. അകത്ത് കയറുമ്പോൾ നമ്മൾ കെനലിന്റെ ജസ്റ്റ് ഡോറിന് വെളിയിൽ വെച്ചിട്ട് ഫുഡ് കൊടുക്കുക, പ്ലേറ്റ് മാറ്റുക. അപ്പോൾ അവന് മനസ്സിലാകുന്നത് കെനലിനകത്ത് കയറിയത് കൊണ്ടാണ് എനിക്ക് റിവാർഡ് കിട്ടിയത് എന്നുള്ളത് അവന് ക്ലാരിറ്റി വരും. ഒരു കാരണവശാലും കെനലിന്റെ അടുത്തല്ലാതെ വേറൊരു സ്ഥലത്ത് ഫീഡിങ് പാടില്ല. അങ്ങനെ ഫീഡിങ് വേണമെങ്കിൽ പോലും ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവണം. അത് സൈക്കോളജിക്കലി എല്ലാ ഡോഗിനും ആവശ്യമില്ല. ചില ഡോഗ്സിനും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീഡിങ് പ്ലേസുകൾ ആവശ്യമുണ്ട്. പക്ഷെ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ കെനലിന് അടുത്ത് തന്നെ ഫീഡിങ് ആവശ്യമായിട്ടും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കെന്നൽ കൺസ്ട്രക്ഷൻ എങ്ങനെ വേണം? പുറത്ത് ആണെങ്കിൽ എങ്ങനെ വേണം, അകത്താണെങ്കിൽ എങ്ങനെ വേണം? ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കെന്നൽ എന്ന് പറയുന്നത് ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണ്. അപ്പോൾ കെന്നൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ക്രേറ്റ് കോൺസെപ്റ്റിൽ നിന്നും നമുക്ക് ഒരു ഡോഗിനൊരു ഫ്രീ ലൈഫിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഐ സജസ്റ്റ് നോട്ട് ടു ബിൽഡ് ഹാർഡ് കെനൽസ്. ഹാർഡ് കെനൽസ് എന്ന് വെച്ചാൽ കോൺക്രീറ്റ് വോളൊക്കെ കെട്ടി അല്ലെങ്കിൽ കോൺക്രീറ്റ് ഷീറ്റൊക്കെ കെട്ടി ഒരു വലിയ ഒരു 10,000-40,000 50,000 കൊടുത്ത് ഒരു കാരണവശാലും കെനലൊന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പോകരുത്. അങ്ങനെ കെനൽ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ബ്രീഡ്സ്, ഗ്രേറ്റ് ഡെയിൻ, ഡോബർമാൻ, പിഞ്ചർ അല്ലെങ്കിൽ റോട്ട് വൈലർ, അങ്ങനെ ഒരു ഡോഗിനെ നമുക്കൊരു പ്രൊട്ടക്ഷൻ സെക്ടർ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രം ഇവർക്കൊരു വലിയൊരു ഏരിയ ആയിട്ട് കൊടുക്കണം. എല്ലാവരും കൂട് കെട്ടുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഒരു കേജാണ് ഉദ്ദേശിക്കുന്നത്. കെന്നൽ എന്ന് പറയുന്നത് കേജ് പോയിന്റിൽ പോകരുത്. ഡോഗിന് ആംപിൾ സ്പേസ് വേണം ഓടിക്കളിക്കാനും, എന്നാൽ റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസും വേണം. അതായത് അവന്റെ ബെഡിങ് സ്പേസും വേണം. അപ്പോൾ ഡോഗ് റെസ്റ്റിംഗ് പ്ലേസ് വിത്ത് ഡോഗ് റൺ ആയിരിക്കണം ഒരു കെന്നലായിട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. ഇല്ല, നിങ്ങൾക്ക് ഡോഗ് 24 hours ഫ്രീ ആയിട്ടിരിക്കണം, എനിക്ക് എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ളതാണെങ്കിൽ ആ കോൺസെപ്റ്റാണ് ഏറ്റവും നല്ലത്. കാരണം ഒരാൾ വന്നു, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ സൂപ്പർവിഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അവൻ എൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വിടുന്നില്ല, അപ്പോൾ നമുക്ക് അവനെ ഒരു 2 hours 3 hours വേണ്ടി ക്രേറ്റിലേക്ക് മാറ്റുകയോ കെനലിലേക്ക് മാറ്റുകയോ ചെയ്യുമ്പോൾ ഒരു മെഷ് ടൈപ്പ്, അതായത് ഒരു ചെറിയ അവൻ്റെ സ്പേസിൽ ഒരു റൗണ്ട് അടിച്ച് കിടക്കാനുള്ള സ്പേസിലുള്ള കെനലിന്റെ ആവശ്യമേ ഉള്ളൂ, ഏത് ബ്രീഡാണെങ്കിലും. പക്ഷെ 2 hours 3 hours വേണ്ടി മാത്രം. പക്ഷെ 10 മണിക്കൂറോ 12 മണിക്കൂറോ ആണ് ഒരു കെനലിൽ ഡോഗ് കിടക്കുക എന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഡോഗി റണ്ണ് കമ്പൽസറി വേണം. ക്രേറ്റ് ആയിട്ടോ കൂടായിട്ടോ മാത്രമേ കെട്ടാൻ പാടില്ല. ഒരു ആമ്പിൾ സ്പേസ് വേണം, ആമ്പിൾ റെസ്റ്റിംഗ് പ്ലേസ് വേണം. ഇതാണ് കെനൽ കൺസ്ട്രക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ വൺ ഓഫ് ദ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരിക്കുന്നത്, ഏകദേശം ഇപ്പോൾ ഡോഗിന് 1 year ആയി, അതുവരെ ഡോഗ് വീടിനുള്ളിലാണ് വളർന്നത്, ഇനിയിപ്പോൾ അതിനെ പുറത്താക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. ഇനി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അവൻ എന്തെങ്കിലും ഇമോഷണൽ ഇഷ്യൂസ് വരുമോ? നമ്മളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഇമോഷണൽ പ്രോബ്ലംസ് വരുമോ എന്നാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിഹേവിയറൽ ഇഷ്യൂസ് വരുമോ എന്നുള്ളതാണ് അവരുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഒരു പപ്പിയെ കൊച്ചിലെ മുതൽ വലുതായി വളർത്തുമ്പോൾ അവിടെ വരുന്ന ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ആണെങ്കിൽ അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ അവൻ്റെ സൈക്കോളജിയിലും മാറ്റം വരുത്താം. പക്ഷേ ക്രേറ്റിങ്ങും കെന്നലും ഞാൻ പ്രോപ്പറായിട്ട് അവന് 8 മണിക്കൂർ വരെ കെന്നലിൽ കിടക്കാം, അല്ലെങ്കിൽ 5 hours വരെ കെന്നലിൽ കിടക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ട് ഒരു ഡോഗ് ആണെങ്കിൽ അത് ഞാൻ ആദ്യമേ പറഞ്ഞു,
നമ്മളൊരു ബെഡ്റൂമിലല്ല ഒരു ഹാളിലല്ല കെനൽ വെക്കേണ്ടത്, അവന് സെപ്പറേറ്റ് ആണ് വെക്കേണ്ടത് എന്നുള്ളത് ആണ് ആദ്യമേ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ 100% ഈ കെനൽ വേറെ എവിടെ ഷിഫ്റ്റ് ചെയ്താലും അവന് ഒരു പ്രോബ്ലവും ഇല്ല. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണോ കെനൽ ചെയ്തത് അതിനകത്ത് എന്തൊക്കെ ടോയ്സ് ഉപയോഗിച്ചോ, എന്തൊക്കെ രീതിയിലുള്ള ബെഡിങ് ഉപയോഗിച്ചോ, എന്തൊക്കെ അറോമ ഉപയോഗിച്ചോ. അറോമ എന്ന് പറയുന്നത് സ്മെല്ലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സാമ്പ്രാണിത്തിരി അല്ലെങ്കിൽ പെർഫ്യൂംസ് ഇതെല്ലാം അവിടെ ഒരു അറോമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് മ്യൂസിക്സ്, ഇതെല്ലാം അവരെ ആ ഒരു സൈക്കോളജിക്കൽ മോഡിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഞാനൊരു പപ്പിയെ മേടിക്കുമ്പോൾ കെനൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് മ്യൂസിക് ഇടുകയാണെങ്കിൽ, അവൻ ആ ലൈറ്റ് മ്യൂസിക് കേട്ടിട്ട് ഉറങ്ങുകയാണെങ്കിൽ, ആ ലൈറ്റ് മ്യൂസിക് ഞാൻ എവിടെ കൊണ്ടുപോയി ആ ക്രേറ്റിലിട്ടാലും അവൻ ആ ഉറക്കത്തിലേക്ക് വഴുതി വീഴും, അല്ലെങ്കിൽ ആ ഒരു കാംനെസ്സിലേക്ക് വഴുതി വീഴും. അപ്പം നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ എങ്ങനെയാണോ ആ സ്ട്രക്ചറിന് വ്യതിയാനം വരുത്താതെ നിങ്ങൾ ഔട്ട്ഡോറിൽ മാറ്റിയ ഒരു പ്രോബ്ലം വരില്ല. സോ അത് ഫോക്കസ് ചെയ്യുക. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു റൂമിലാണ് ഡോഗിനെ ഇട്ടിരുന്നത്, ഒരു വീട്ടിനകത്താണ് ഇട്ടുന്നത്, അവനെ ഒരു കെനലിലേക്ക് മാറ്റുമ്പോൾ അവിടെ പ്രോബ്ലം വരും. കാരണം അവൻ്റെ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ഈ റൂം അല്ല കാണുന്നത്, കമ്പിയുള്ള ഒരു കെനലായിരിക്കും കാണുന്നത്. അപ്പോൾ അവന് അവിടെ കിടക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആദ്യം കാണണം എന്നില്ല. അത് ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനറിനെ കണ്ടിട്ട് വേണം അത് മാറ്റാൻ. താങ്ക് യു.